Hi students, welcome to Eduholic online YouTube channel. 2023-24 ബാച്ചിൻ്റെ ഡാറ്റ എൻട്രി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റിന് ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഫയലിനെ റീനെയിം ചെയ്യാനും കോപ്പി ചെയ്യാനുമുള്ള സ്റ്റെപ്സാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ആൻസറിൽ നമ്മൾ 4 സ്റ്റെപ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലുള്ള പോലെ തന്നെ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്സ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അത് നമ്മൾ ഓപ്ഷൻ എ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതും ലെസൺ 2-ൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അതിലും ഇതേപോലെ തന്നെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ കൊടുക്കുക. ടോട്ടൽ നമ്മൾ 7 സ്റ്റെപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, റീസൈക്കിൾ ബിന്നിൽ നിന്ന് ഒരു ഫയലിനെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മുടെ ലെസൺ 6-ൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓരോ ഫീച്ചറും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. 100 to 150 വേർഡ്സിലാണ് നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 10 പോയിൻറ്റ്സ് ആയിട്ടാണ് ഈ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഓരോ ഫീച്ചറിനും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നമ്മൾ ഓപ്ഷൻ എ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ന്യൂ ഫയൽ അല്ലെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സും അതുപോലെ തന്നെ ഒരു പുതിയ ഫയലോ ഫോൾഡറോ ഡിലീറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സുമാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ടു ക്രിയേറ്റ് എ ന്യൂ ഫയൽ ഓർ ഫോൾഡർ എന്ന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്റ്റെപ്സ് കൊടുക്കുക. നെക്സ്റ്റ് ഹൗ ടു ഡിലീറ്റ് എ ന്യൂ ഫയൽ ഓർ ഫോൾഡർ, അതിൻ്റെ സ്റ്റെപ്സാണ് അതിനുശേഷം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളോട് ലെസൺ 2-ൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, അത് നമ്മൾ ഓപ്ഷൻ ബി ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ എക്സാമിനേഷൻ റിസൾട്ടുകളാണ് നമ്മൾക്ക് ഇവിടെ ഡാറ്റയായിട്ട് തന്നിട്ടുള്ളത്. 2001, 2002, 2003 ഈ 3 ഇയറിലെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് പാസിങ്, അതാണ് നമുക്ക് അടുത്ത സി കോളത്തിൽ തന്നിട്ടുള്ളത്. ഈ ഡാറ്റ വെച്ചിട്ട് ഒരു ബാർഗ്രാഫ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബാർഗ്രാഫ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ അതിൻ്റെ ആൻസർ കൊടുക്കേണ്ടതാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.